വിശദമായ വാർത്തയിലേക്ക്. 51 യുവതികൾ മല കയറിയോ? ശബരിമലയിൽ 51 യുവതികൾ കയറിയെന്ന് കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അവ്യക്തത. യുവതികളുടെ പ്രായത്തിലാണ് പൊരുത്തക്കേടുകൾ ഉള്ളത്. പലരുടെയും പ്രായം 50-ന് മുകളിലാണ്. പട്ടികയിലുള്ള ചിലരുടെ ബന്ധുക്കൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശബരിമലയിലേക്ക് ഉള്ള പ്രവേശന മാർഗം എന്ന് പറയുന്ന രണ്ട് രൂപത്തിലാണല്ലോ. ഒന്ന് ഓൺലൈൻ രജിസ്ട്രേഷനാണ്, മറ്റൊന്ന് അതല്ലാതെ നേരിട്ട് ശബരിമലയിലേക്ക് പോകുന്നത്. ഈ വർഷം ഏതാണ്ട് 16 ലക്ഷത്തിലധികം ആളുകളാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ളത്. അതിൽ 8.2 ലക്ഷം ആളുകളാണ് ആ രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്തി ആ ക്യൂവിലൂടെ കടന്നു പോയിട്ടുള്ളത്. 8.2 ലക്ഷം ആളുകളിൽ ഏതാണ്ട് 7564 പേര് 10-നും 50-നും മധ്യേ പ്രായമുള്ളവരാണ്. അതവരുടെ ആധാർ കാർഡിലൂടെയാണ് രജിസ്ട്രേഷൻ സമയത്ത് വ്യക്തമാകുന്നത്. 7564 പേര്. हेलो, हाँ जी नमस्कार. मैं दिल्ली से कॉल कर रहा हूँ. सर, हैव यू एवर विजिटेड सबरीमला? My mother and my sister's son. Sister son. Yes, sir. Was there any women along with any ladies? Yes, sir. My mother. Her age is? Sir? Age? 51 completed, 52 run. No 50 no one was there. No, sir. My Aadhaar card is 50 completed and doctor certificated to 52, sir. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് സർക്കാർ സമർപ്പിച്ച സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറയാൻ കഴിയുന്നത്? അതായത് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ 51 യുവതികൾ ശബരിമലയിൽ ഈ യുവതീ പ്രവേശന വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്നാണ് അറിയിച്ചത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ തന്നെ ഈ 51 പേർ അവിടെ പ്രവേശിച്ചിട്ടുണ്ട്, യാതൊരു തടസ്സങ്ങളുമില്ലാതെ എന്ന് കോടതിയെ അറിയിക്കുകയായിരുന്നു. കോടതിയാകട്ടെ എത്ര പേർ പ്രവേശിച്ചു എന്നത് കോടതിയുടെ വിഷയമല്ല എന്ന് മറുപടി നൽകി. എന്നാൽ DGP തന്നെ ഒരു കുറിപ്പ് തയ്യാറാക്കി കൊണ്ടുവന്നിരുന്നു കോടതിയിൽ സമർപ്പിക്കാനായി. ആ കുറിപ്പ് കോടതി വാങ്ങിയിട്ടില്ല. അതോടൊപ്പമുള്ള അനുബന്ധ രേഖകളിലാണ് ഈ കോടതിയെ ഇന്ന് സമർപ്പിക്കാനായി തയ്യാറാക്കി വെച്ച 51 പേരുടെ വിശദാംശങ്ങളുള്ളത്. ഈ 51 പേരുടെ ഫോൺ നമ്പർ, അവരുടെ ആധാർ അല്ലെങ്കിൽ അനുബന്ധ രേഖകളുടെ വിവരങ്ങൾ, അവരുടെ വിലാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പട്ടികയിലുണ്ട്. ഏതായാലും ഈ പട്ടിക പുറത്തു വന്നതിന് ശേഷം ഈ പട്ടികയിലുള്ള ആൾക്കാരെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ നമ്മൾ ശ്രമിച്ചിരുന്നു. അതിൽ പലരെയും ഏതാണ്ട് 10-15ഓളം പേരെ ഫോണിൽ വിളിച്ചെങ്കിലും ആരും അക്കാര്യം ഈ 50 വയസ്സിൽ താഴെയാണ് ഈ സന്ദർശകരുടെ പ്രായമെന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് അവരുടെ വീട്ടിലുള്ള ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ മകനോ അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർ പറയുന്നത് ഈ സന്ദർശിച്ചപ്പോഴൊന്നും 50 വയസ്സിൽ താഴെയുള്ളവരാരും പോയിട്ടില്ല, ഞങ്ങളും വിശ്വാസികളാണ്, 50 വയസ്സിൽ താഴെയുള്ളവർക്ക് അവിടെ പ്രവേശനം അനുവദിക്കില്ല എന്നൊരു ബോധ്യമാണുള്ളത്. 52ഉം 53ഉം 50ഉം ഒക്കെ വയസ്സുകൾ അല്ലെങ്കിൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളുമൊക്കെയായാണ് ശബരിമലയിൽ പോയതെന്നാണ് ഇപ്പോൾ സംസാരിച്ചവരിൽ പലരും പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ആശയക്കുഴപ്പം വന്നതെന്ന് ഇതുവരെയും വ്യക്തമാകുന്നില്ല. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ ഈ പ്രവേശനം നടത്തിയവരുടെ വയസ്സ് 50-ൽ താഴെയാണെങ്കിലും അവരത് സ്ഥിരീകരിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം, ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത് വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ സർക്കാർ പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തതകൾ ഉണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സർക്കാരിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ വരുമോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു. സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന ഈ രേഖകളിൽ ഏത് ടെർമിനലിലൂടെയാണ് അവർ സന്ദർശിച്ചിരിക്കുന്നത്, ഏത് സ്ലോട്ടിലാണ് സന്ദർശിച്ചിരിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇലക്ട്രോണിക് തെളിവുകൾ ഉണ്ട് എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. CCTV ക്യാമറകളാണോ അല്ല മറ്റെന്തെങ്കിലും രേഖകളാണോ ഈ ഇലക്ട്രോണിക് തെളിവുകൾ എന്ന് സർക്കാർ തന്നെ വിശദീകരിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ അവർ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നീ? അതിൽ പലരുമുണ്ട്, പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. പ്രധാനമായും തമിഴ്നാട്, കർണാടക, തെലങ്കാന, ആന്ധ്ര, ഗോവ, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ സന്ദർശനം നടത്തിയവരുള്ളത്. അതിൽ പലരോടും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ രജിസ്ട്രേഷന് വേണ്ടി ഈ നമ്പർ, മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് വിലാസവും നൽകിക്കൊണ്ട് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ രജിസ്റ്റർ ചെയ്ത ചിലർക്ക് നേരിട്ട് വരാൻ പറ്റിയിട്ടില്ല, പക്ഷേ അവരുടെ സംഘാംഗങ്ങൾ വന്നിട്ടുണ്ട്. 3-4 സ്ത്രീകളും ഉള്ളവരുണ്ട്. നമ്മൾ സംസാരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുടുംബത്തിൽ 6 സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ 6 സ്ത്രീകളും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. അവരുടെ
മകനാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ള നമുക്കൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, ഇപ്പോൾ ശബരിമലയിൽ 51 യുവതികൾ കയറി എന്ന് കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു പട്ടിക നൽകിയിരിക്കുകയാണ്. എന്നാൽ ആ പട്ടികയിൽ ഉള്ള സ്ത്രീകൾ എല്ലാവരും മിക്കവരും അവരുമായി ബന്ധപ്പെട്ടപ്പോൾ, അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത് അവർ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. എന്താണ് താങ്കളുടെ ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നുണയാണ് കേരള സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ ബോധിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു സ്റ്റാലിനിസ്റ്റ് സർക്കാരാണ്. അവർക്ക് ഏത് ഗീവൽസും നുണയും പ്രചരിപ്പിക്കാം. അവര് ജനങ്ങളുടെ പരാജയപ്പെടുത്തി രക്ഷപ്പെടാൻ വഴിയില്ല. അപ്പൊ 51 ആൾക്കാരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അടുത്ത റിവ്യൂ പെറ്റീഷൻ ഒക്കെ വരുമ്പോൾ ഇതാ ഞങ്ങൾ ഇത്രയാൾക്ക് കയറിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ നടപ്പിലാക്കിയെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഒക്കെ കെട്ടിയ പേരുകളൊക്കെ വെച്ച് നോക്കിയപ്പോൾ ഒന്നും ശരിയല്ലല്ലോ. അപ്പൊ അവര് അതിൽ കൂടുതൽ പ്രായമുള്ളവരും പിന്നെ വരാത്തവരും ബുക്ക് ചെയ്ത് പിന്നെ വന്നില്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണ്. ഇതൊന്നും ഒരു സർക്കാരിന്റെ ഭൂഷണമല്ല. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയാണ് സ്റ്റാലിന്റെ വിഷയം? അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള, അങ്ങനെ ഇപ്പോൾ പറയാൻ സാധിക്കുമോ? സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. അവർ കൃത്യമായ പട്ടികയിൽ ആധാർ വിവരങ്ങളും അവരുടെ അഡ്രസ്സും അടക്കമാണ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവ്യക്തത വരേണ്ടത് ചിലപ്പോൾ ഭയന്നിട്ടാകുമോ ഇനി ബന്ധുക്കൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ബന്ധുക്കൾ ആന്ധ്രാപ്രദേശിലും മറ്റുള്ള സ്റ്റേറ്റുകളിലും ഒക്കെ ബന്ധുക്കൾ എന്ത് പ്രതികരിക്കാനാണ്? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറഞ്ഞുകൂടും. ഇത് മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് ജനങ്ങളോട് പറയാൻ ഇവർ ബാധ്യസ്ഥരായിരുന്നില്ലേ? കാരണം കേരള സർക്കാർ അല്ലല്ലോ അവിടെ ഭരിക്കേണ്ടവര്. കേരള സർക്കാരിന് ശബരിമല ഭരിക്കാൻ എന്താ അവകാശമുള്ളത്? ഏത് സ്റ്റാറ്റ്യൂട്ടാണ് ഉള്ളത്? അതേസമയത്ത് സുപ്രീം ഹൈക്കോടതിയുടെ 2 ഡിവിഷൻ ബെഞ്ച് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിനെ അവിടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാനായിട്ടുണ്ട്. 3 പേരെ പിന്നീട് നിയമിച്ച 3 കമ്മിറ്റി ഉണ്ട്. ഇവരുടെയൊക്കെ റിപ്പോർട്ടുകളല്ല വരേണ്ടത്. ഈ ഗവൺമെന്റ് വെറും ദുർവാശിക്ക് വേണ്ടിയിട്ട് വിശ്വാസികളെ എല്ലാം ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായി നയിക്കുകയുമാണ്. ഈ നിലപാട് ശരിയല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഇവർ കൊടുത്ത ലിസ്റ്റ് ശരിയാണെന്ന് കരുതുന്നു. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PS ശ്രീധരൻ പിള്ള ഞങ്ങളോട് പ്രതികരിച്ചു. ഇപ്പോൾ രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ രാഹുൽ ഈശ്വർ, ശബരിമലയിൽ 51 യുവതികൾ കയറിയെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടിക വ്യക്തമാക്കുന്നത്. എന്നാൽ ആ പട്ടികയിൽ അവ്യക്തത ഇപ്പോൾ പറയുന്നത് അവരുടെ ബന്ധുക്കളുമായി, യുവതികളുടെ പേരും വിവരങ്ങളും എല്ലാം ആ പട്ടികയിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ ബന്ധുക്കൾ പറയുന്നത് അവരിൽ മിക്കവരും 50 വയസ്സിൽ കൂടുതലുള്ളവരാണ്, 50 വയസ്സ് കഴിഞ്ഞവരാണ് എന്നാണ്. എന്താണ് താങ്കളുടെ ഒരു പ്രതികരണം? ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ മാഡം അടക്കമുള്ളവർ വിശ്വസിച്ചില്ലല്ലോ. കള്ളത്തരമാണ് നമ്മുടെ സ്റ്റേറ്റ് നടക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നടക്കാത്ത രീതിയിലുള്ള വലിയ പച്ച കള്ളങ്ങളും കള്ളത്തരവുമാണ്. ആലോചിച്ച് നോക്കൂ, സുപ്രീം കോടതിയിൽ കൊടുത്ത ലിസ്റ്റിലെ ആദ്യ 2 പേരുകൾ ഞാനും വിളിച്ചു, നിങ്ങളിൽ പലരും വിളിച്ചു കാണും. ഞാൻ ഇടയ്ക്ക് റാൻഡമായിട്ടും കുറെ പേരെ വിളിച്ചു. ആരും 50 വയസ്സിൽ താഴെയുള്ളവരില്ല. ചിലര് അവിടെ യുവതികൾ കൂടെ പോലും വന്നിട്ടില്ല. 16 ആണുങ്ങൾ വന്ന ആൾക്കാരുടെ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കേരള സർക്കാർ സുപ്രീം കോടതിയിൽ കള്ളം പറഞ്ഞു എന്ന ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റാണ് നമ്മൾ കാണുന്നത്. പക്ഷെ രാഹുൽ ഈശ്വർ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇപ്പോൾ സമയമായിട്ടുണ്ടോ? താങ്കളും വിളിച്ചു എന്ന് പറയുന്നു. പക്ഷെ ഇതൊരു ഭയത്തിന്റെ പേരിൽ ചിലപ്പോൾ അവർ പറയുന്നതായിരിക്കുമോ? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു എന്താ പറയണേ മാഡം? എന്താ ആലോചിക്കുക? ആന്ധ്രയിലും തമിഴന്മാർക്കും ഒക്കെ കേരളത്തിലുള്ള നമ്മളെ ആ ഭയത്തിൽ അവരാരാന്ന് പോലും അറിയാതെ ഭയത്തിൽ പറയുന്നൊക്കെ പറഞ്ഞ എന്താ സത്യം? എനിക്കറിയാം, അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം സുപ്രീം കോടതിയിൽ അങ്ങനെ കള്ളം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യലി പറയുമെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് വിശ്വസിക്കാൻ എനിക്കും പാടാണ്. ശ്രീലങ്കൻ യുവതിയുടെ കാര്യത്തിൽ പിണറായി വിജയൻ സഖാവിനെ ശക്തമായി ആക്രമിക്കുമ്പോഴും ഞാൻ ഉള്ളിൽ വിചാരിച്ചത് അദ്ദേഹത്തിന് ഒരു അബദ്ധമോ തെറ്റോ പറ്റിയോ എന്നുള്ളതാണ്. സർക്കാർ സംഘടിതമായി കള്ളം പറയുന്നു. കൊടുത്ത ഫസ്റ്റ് പേര് തെറ്റ്, 2ാമത്തെ പേര് തെറ്റ്, ബാക്കി 2-3 പേരെ വിളിച്ചു. അവർ യുവതികളിലല്ല, ആരും പോയിട്ടില്ല. 16 പേരായിട്ടാണ് വന്നത്. വേറൊരാൾ വന്നിട്ടേ ഇല്ല. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ നമ്പേഴ്സും മറ്റുമില്ലേ? നിങ്ങളെടുത്ത് വിളിച്ചു നോക്കിയാൽ പോരെ. എന്തൊരു കള്ളമാണ് നടക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ ഇത്? എക്സ്പോസ് ചെയ്യണം. ഇത് പച്ച കള്ളമാണ്. സർക്കാരിനെ CCTV വിഷ്വൽസ് പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയാണ്. അതായത് അവിടെ ചുറ്റും 4 CCTVs ഉണ്ടല്ലോ, അതിനകത്ത് ഈ യുവതികൾ കയറിയെങ്കിൽ വിഷ്വൽസ് ഇല്ലേ? ഇവര് പോയ ടൈമൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഇനി മാത്രമല്ല, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഓൾറെഡി മുൻകൂർ ജാമ്യം എടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് താഴേന്ന് മേലിലോട്ട് പോയി, പിന്നെ അവിടെ നിന്ന് എങ്ങോട്ട് പോയി നമുക്കറിയില്ല. അതായത് നമ്മുടെ ദർശനം നടത്തിയോന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. പക്ഷെ താഴേന്ന് മേലിലോട്ട് പോയിട്ടുണ്ട്. ഇനി മേളിൽ ദർശനം കിട്ടിയോന്ന് ഞങ്ങൾക്ക് അറിയില്ല. വേറെ ഏത് വഴി പോകാനാ അവര്? നമ്മൾ കനകദുർഗയും ബിന്ദുവും കയറിയതും
നമ്മൾ മാധ്യമപ്രവർത്തകരടക്കം ഞങ്ങളടക്കം അറിഞ്ഞത് അവർ പുറത്തുവിട്ട വിഷ്വലിലൂടെയാണ്. ഞങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. അത് പരിശോധിച്ചപ്പോഴാണ് പിന്നീട് അറിയുന്നത് അവർ കയറി എന്ന ഉറപ്പ് വരുത്തുന്നത്. അപ്പോൾ അതേപോലെ വിഷ്വൽസ് വിട്ടാൽ മതി, അതേപോലെ CCTV വിഷ്വൽസ് വിടണം. അതേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. ഇപ്പൊ താങ്കൾ പറഞ്ഞ അതേ പോയിന്റാണ് നിങ്ങൾ പറയുന്നത്. മഞ്ജുവും കയറി എന്ന് പറഞ്ഞു 18-ാം പടിയുടെ മേളിലടക്കം നിൽക്കുന്ന വിഷ്വൽസ് വിട്ടു. മഞ്ജു കയറിയതിനോട് എതിർപ്പാണ്, കനകദുർഗയും ബിന്ദു കയറിയതിനോട് എതിർപ്പാണ്. പക്ഷെ അവരുടെ കയ്യിൽ വിഷ്വൽ എവിഡൻസ് ഉണ്ട്. നമ്മുടെ അവിടെ CCTV ഇരിക്കുകയല്ലേ, ആ CCTV 24 മണിക്കൂറും പ്രവർത്തിക്കുകയല്ലേ, ഹൈ സെക്യൂരിറ്റി സോണല്ലേ. ആ CCTV വിഷ്വൽസിൽ ഈ യുവതികൾ കയറി എന്നതിന്റെ ചിത്രം വെളിവിടുക. സർക്കാർ കൊടുത്ത നമ്പറുകളിൽ വിളിച്ച്, നിങ്ങളടക്കം പലരും വിളിച്ചു കാണുമല്ലോ, ദയവായി അവ്യക്തത എന്ന് പറഞ്ഞ് ഡയലൂട്ട് ചെയ്യരുത്. ആ ലിസ്റ്റ് കള്ളത്തരമാണ്. നിങ്ങൾ കൂടുതൽ നമ്പർ വിളിച്ചു നോക്കൂ, ആ ലിസ്റ്റ് കള്ളത്തരമാണ്. സർക്കാർ സുപ്രീം കോടതിയിൽ കള്ളത്തരം പറഞ്ഞു എന്നുള്ള ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയെ പോലും മിസ്ലീഡ് ചെയ്യുന്നു. അതിന്റെ കാരണം ശബരിമല ഈ കേസിൽ ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 70-30 നമുക്ക് അനുകൂലമാണ് സുപ്രീം കോടതിയിലെ സ്ഥിതി. അപ്പൊ ഏത് വിധേനയും കള്ളം പറഞ്ഞ് തോപ്പിക്കുക എന്ന നാണം കെട്ട തരംതാണ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ തറവേല നടത്തുകയാണ്. പ്രീതി നവേശൻ മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ജനങ്ങളെ വഞ്ചിക്കലാണ്. ഭക്തരെ മാത്രമല്ല, ഇത് കമ്മ്യൂണിസ്റ്റുകാരെ വഞ്ചിക്കലാണ്, കോൺഗ്രസിനെയും BJPയെയും ജനങ്ങളെ വഞ്ചിക്കലാണ്. രാഹുൽ, ഞാൻ എപ്പോഴും ചോദിക്കുന്ന രാഹുൽ ആദ്യം പറഞ്ഞൊരു കാര്യമാണ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ആർക്കും വിളിച്ചു നോക്കാവുന്നത് പോലെ നമ്പർ അടക്കമാണ് സർക്കാർ പട്ടികയിൽ ഉൾപ്പെടുത്തി സമർപ്പിച്ചിരിക്കുന്നത് സുപ്രീം കോടതി. കറക്റ്റ്, അതാണ് ഞെട്ടലുണ്ടാക്കുന്നത്. ഇത് ചെയ്ത, അതായത് ഈ അഫിഡവിറ്റ് പ്രിപ്പയർ ചെയ്ത, സബ്മിഷൻ പ്രിപ്പയർ ചെയ്ത ആൾ ഒന്നെങ്കിൽ ഒരു ആന മണ്ടനാണ്, അല്ലെങ്കിൽ ഒരു ആന കള്ളനാണ്. മാഡം തന്നെ ആലോചിച്ച് നോക്കൂ. ഒന്നാമത്തെ നമ്പർ നിങ്ങളടക്കം പലരും വിളിച്ചു ചോദിച്ചില്ലേ? രണ്ടാമത്തെ നമ്പർ ഞാനും ആ സുലോചന എന്ന് പറയുന്ന ആളുടെ മകനെ വിളിച്ചിരുന്നു. അയ്യോ, എന്റെ അമ്മയ്ക്ക് 50-ന് മേലുള്ള പ്രായം, അവര് 3 പേരുമാണ് വന്നത്, വെർച്വൽ ക്യൂവിലൂടെയാണ് പോയെന്നും പറഞ്ഞു. ഇത്രയും പ്രായം കള്ളത്തരം സുപ്രീം കോടതിയിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അപ്പൊ ഇതിൽ നിന്ന് ഈ ആദ്യത്തെ 2 പേരുകൾ അടക്കം തെറ്റല്ലേ? അപ്പൊ സുപ്രീം കോടതിയിൽ ഒരു കള്ളമെങ്കിലും പറഞ്ഞു എന്ന കാര്യത്തിൽ ഇനി ആർക്കും സംശയമില്ലല്ലോ. സുപ്രീം കോടതിയിൽ കൊടുത്ത പേരുകൾ തെറ്റിയെന്ന കാര്യത്തിൽ ഇനി തർക്കമില്ല. ഇനി എത്ര പേര് തെറ്റിയെന്ന് മാത്രമേ കൺഫർമേഷൻ വരത്തുള്ളൂ. ശരി രാഹുൽ, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ലഭ്യമാകേണ്ടതുണ്ട്. എം ഉണ്ണികൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഉണ്ണി, ഇപ്പോൾ നമ്മൾ വിളിച്ച് സംസാരിച്ചവരെല്ലാം തന്നെ ശബരിമല പ്രവേശനത്തെ എതിർക്കുന്നവരാണ്. അവർ പറയുന്ന കാര്യം ഒരിക്കലും ആന്ധ്രയിലോ കർണാടകയിലോ ഉള്ളവർ ഭയത്തിന്റെ പേരിൽ ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. സർക്കാർ പച്ചക്കള്ളമാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്താണ് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതുവരെ ഉണ്ണിയുടെ അന്വേഷണത്തിൽ? അതായത് സർക്കാർ ഇന്നിപ്പോൾ DGPയുടെ ഒരു കുറിപ്പാണ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിനായി കൊണ്ടുവന്നിരുന്നത്. 4 പേജുള്ള കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ 51 യുവതികൾ പ്രവേശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനനുബന്ധമായുള്ള വിവരങ്ങളിലാണ് ഈ 51 പേരുടെയും പട്ടികയുള്ളത്. അവരുടെ പേരുകളും അവരുടെ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ, അവരുടെ വിലാസം, ഫോൺ നമ്പർ എന്നീ കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൽ സർക്കാർ കൃത്യമായി അവരുടെ വയസ്സ് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം 50-ൽ താഴെ എന്ന രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ അന്വേഷണങ്ങളുടെ ഭാഗമായി ആ നമ്പറുകളിൽ വിളിച്ചു നോക്കുമ്പോൾ അവർ അത്തരത്തിൽ 50-ൽ മുകളിലുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത് എന്ന വിശദീകരണമാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് ആ വിശദീകരണം വരുന്നതെന്ന് ഇനി സർക്കാർ തന്നെയാണ് വ്യക്തത വരുത്തേണ്ടതായി വരിക. സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നതിനായി DGPയുടെ കുറിപ്പിനൊപ്പം കൊണ്ടുവന്ന വിവരങ്ങളാണിത്. ഈ വിവരങ്ങളിൽ അത്ര കണ്ട് ഈ രാഹുൽ ഈശ്വറും ശ്രീധരൻ പിള്ളയും ഒക്കെ ആരോപിച്ചതുപോലെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സർക്കാർ പൂർണ്ണമായും കുത്തിനിറക്കുമെന്ന് കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം ഇത്രമേൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ എങ്ങനെ അത്ര അടിസ്ഥാനമില്ലാത്ത ഒരു വിവരങ്ങൾ സർക്കാർ സമർപ്പിക്കുമെന്നത് തന്നെയാണ് ചോദ്യമായി മാറുക. സർക്കാർ പറയുന്നത് DGPയുടെ അഫിഡവിറ്റിന് 5-ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റലി സ്കാൻ ചെയ്ത രേഖകൾ പ്രകാരം ഇവരുടെ വിശദാംശങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ട്. അവർ വളരെ സുഗമമായി യാതൊരു വിഷയങ്ങളുമില്ലാതെ ശബരിമലയിൽ പ്രവേശനം നടത്തിപ്പോയി. ഇവരുടെ വയസ്സ് 10-നും 50-നും ഇടയിലാണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഈ രേഖ അത് കോടതിയുടെ രേഖകളിൽ ഇതുവരെയും ഉൾപ്പെട്ടിട്ടില്ല. കാരണം അതൊരു സത്യവാങ്മൂലമായിരുന്നില്ല, ഒരു കുറിപ്പ് എന്ന രീതിയിലാണ് കൊണ്ടുവന്നിരുന്നത്. കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ നൽകുക എന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. പക്ഷേ കോടതി ഈ വിഷയങ്ങളിലേക്ക് കടക്കാൻ തയ്യാറായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഈ രേഖ കോടതിയുടെ ഭാഗമായി മാറിയിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ സർക്കാരിന് തന്നെയാണ് ആ വൈരുദ്ധ്യങ്ങൾ വിശദീകരിക്കേണ്ടി വരിക. ശരി, ശബരിമലയിൽ 51 യുവതികൾ കയറിയെന്ന് കാട്ടി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പട്ടികയിൽ അവ്യക്തതയുണ്ടായിരിക്കുന്നു. യുവതികളുടെ പ്രായത്തിലാണ് ആ പൊരുത്തക്കേടുകളുള്ളത്. പലരുടെയും പ്രായം 50-ന് മുകളിലാണ് എന്ന് അവരുടെ ബന്ധുക്കൾ തന്നെ സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളാണ് എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. PS ശ്രീധരൻപിള്ള, കടകംപള്ളി സുരേന്ദ്രൻ, കനകദുർഗയ്ക്കും ബിന്ദുവിനും പോലീസ് സംരക്ഷണം നൽകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് ശബരിമല ദർശനം നടത്തിയ ബിന്ദു. വിധി സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തുന്നതാണ്. കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് എത്തിയിട്ടുണ്ടാകാം. ഭയം കാരണമാകും പുറത്തു പറയാത്തത്.
തന്റെ സാധാരണ ജീവിതത്തിന് കൂടുതൽ സുരക്ഷ വേണമെന്നും ബിന്ദു പറഞ്ഞു. സുപ്രീം കോടതി വിധി ഇന്ത്യയിലെ ജനങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിന്റെ യാഥാർത്ഥ്യം സുപ്രീം കോടതിക്ക് മനസ്സിലായതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിലൊരു വിധിയെന്ന് ഞാൻ കരുതുന്നു. യുവതികൾ പ്രവേശിച്ചതിനെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ വിശദീകരണം നൽകാൻ ദേവസ്വം ബോർഡിനോട് തന്ത്രി കൂടുതൽ ദിവസം ആവശ്യപ്പെട്ടു. തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് സമയം ആവശ്യപ്പെട്ടത്. ആവശ്യം പരിഗണിക്കുമെന്ന് ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ പറഞ്ഞു. മകരവിളക്കുമായി ബന്ധപ്പെട്ട് 20-ാം തീയതിയാണ് നട അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്ത്രി സ്വാഭാവികമായും നടപടിക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സ്റ്റൻഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കുന്നു. ശബരിമലയിലെ നടവരവിൽ ഇടിവുണ്ടായതായും ദേവസ്വം ബോർഡ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആർ കിരൺ ബാബു ചേരുന്നു സന്നിധാനത്ത് നിന്നും. കിരൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കഴിഞ്ഞ 18 ദിവസത്തെ മകരവിളക്കാലത്തെ 18 ദിവസത്തെ നടവരവിന്റെ കണക്കാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ 36 കോടി രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. 36 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ വിവാദങ്ങൾ, ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലുണ്ടാക്കിയ കുറവനുസരിച്ച് ശബരിമലയിൽ എല്ലാ മേഖലയിലും വരവിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്തരുടെ എണ്ണം കുറഞ്ഞതോടുകൂടി കരാർ അടിസ്ഥാനത്തിൽ ലഭിക്കേണ്ട കരാർ തുകയിൽ നിന്ന് ഇതിന് ലഭിക്കേണ്ട ദേവസ്വം ബോർഡ് ലഭിക്കേണ്ട തുകയിൽ തന്നെ 3 കോടിയിലധികം രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ 2-3 വിഷയങ്ങൾ മാത്രമാണ് നേരിയ വർധനവുള്ളത്. അത് വളരെ ചെറിയ വരുമാനം മാത്രം വരുന്ന പുസ്തക കച്ചവടം, അതോടൊപ്പം തന്നെ പഞ്ചാമൃതം, മാളികപ്പുറത്തെ വരുമാനം, ഇതിൽ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും വർധനവുള്ളത്. ബാക്കി എല്ലാ മേഖലയിലും അപ്പം, അരവണ, നിവേദ്യം തുടങ്ങി ബാക്കി എല്ലാ മേഖലയിലും കഴിഞ്ഞ മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ 18 ദിവസം കൊണ്ട് 36 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന കണക്കുകളാണ് വ്യക്തമാകുന്നത്. ഇനി ആകെ നേരത്തെ മണ്ഡല കാലത്തെയും ഇതുപോലെ 60-ഓളം കോടി രൂപയുടെ നഷ്ടമുണ്ടായിരുന്നു. ഇനി രണ്ട് കാലത്തെയും ആകെ നഷ്ടത്തിന്റെ കണക്കുകൾ ഇനി ഒരാഴ്ചക്കുള്ളിൽ തന്നെ വ്യക്തമാകും. ആ കണക്കുകൾ ഇനി വരാനിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ മകരവിളക്ക് ദിവസം വരെയുള്ള കണക്കാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. ഈ ദിവസം കൊണ്ടാണ് ഇത്രയേറെ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബിജെപി സമരം ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കുന്നു. അയ്യപ്പ ഭക്ത സംഗമത്തിന് ശേഷം ബിജെപി ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് സമരം അവസാനിപ്പിക്കാനാണ് നീക്കം. അനിശ്ചിതകാല നിരാഹാര സമരത്തിന് മുൻനിര നേതാക്കൾ ഇല്ലെന്ന വിമർശനങ്ങൾക്കിടെ പി.കെ. കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമലയിൽ നിന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റിയ ബിജെപിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ഉടൻ അവസാനിപ്പിക്കാനാണ് നീക്കം. ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിജെപി അനിശ്ചിതകാല നിരാഹാര സത്യഗ്രഹം ആരംഭിച്ചത്. നടയടയ്ക്കുന്നതോടെ ഈ ആവശ്യങ്ങൾ താൽക്കാലികമായെങ്കിലും അപ്രസക്തമായി. സമരം അനിശ്ചിതമായി മുന്നോട്ട് കൊണ്ടുപോകാനാവില്ലെന്ന് ബിജെപി ജില്ലാ ഘടകവും അറിയിച്ചു. ഇതോടെയാണ് ലക്ഷ്യം കാണാതെ സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം. എന്നാൽ സമരത്തിന്റെ അലയൊലികൾ ദേശീയതലത്തിലെത്തിക്കാനായെന്നും വിവേകമുള്ളവർ സമരം പരാജയമെന്ന് പറയില്ലെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള പറഞ്ഞു. സംഘടനാ ദൃഷ്ടിയിൽ, പൊതുജന ദൃഷ്ടിയിൽ സത്യത്തെ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവരുടെ അളവുകോല് വെച്ച് പരിശോധിക്കുമ്പോൾ പൂർണ്ണമായ വിജയമാണ്. മറിച്ചുള്ള പ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. RSSുമായുള്ള അസ്വാരസ്യങ്ങളും തിരിച്ചടിയായി. ശബരിമല കർമ്മസമിതി മറ്റന്നാൾ തിരുവനന്തപുരത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിയാലോചിച്ചാകും മുന്നോട്ടുള്ള പ്രതിഷേധങ്ങൾ. ആദ്യഘട്ടത്തിൽ മാത്രമാണ് മുൻനിര നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകിയത്. ഭിന്നതകൾ സമരത്തിന്റെ വീര്യം ചോർത്തിയെന്ന വിമർശനങ്ങൾക്കിടെ പി.കെ. കൃഷ്ണദാസ് നിരാഹാര സമരം ഏറ്റെടുത്തു. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വലിയ ജനപിന്തുണ ലഭിച്ചിട്ട് പോലും സമരം വിജയിപ്പിക്കാനായില്ലെന്ന വിമർശനത്തിന് ബിജെപി മറുപടി നൽകേണ്ടി വരും. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തയിലേക്ക്. ആലപ്പാട് കരിമണൽ ഖനന വിഷയത്തിൽ നിലപാടിൽ ഉറച്ച സമരസമിതിയും സർക്കാരും. ഖനനം അവസാനിപ്പിക്കാതെ സമരം നിർത്തില്ലെന്ന് സമരസമിതി. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തെന്നും സമരസമിതിയുടെ നിലപാട് ദൌർഭാഗ്യകരമെന്നും വ്യവസായ മന്ത്രി ഇ.പി. ജയരാജൻ. സമരം തീർക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ സമവായ ശ്രമങ്ങൾ തള്ളി സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. ഖനനം അവസാനിപ്പിക്കാതെ ഒത്തുതീർപ്പിനില്ലെന്നും സമരക്കാർ നിലപാടെടുക്കുന്നു. ഖനനം നിർത്തിവെക്കാനാകില്ലെന്ന് സർക്കാരും ആവർത്തിക്കുന്നു. ഖനനം നിർത്തിയാൽ IREയുടെയും KMMLന്റെയും പ്രവർത്തനം സ്തംഭിക്കും. സർക്കാരിന് ഏറ്റവും അധികം സാമ്പത്തിക ലാഭം ഉണ്ടാക്കിക്കൊടുക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന ഒരു സമവായത്തിനും
സർക്കാർ തയ്യാറാകില്ലെന്ന് ഉറപ്പ്. ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എടുക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞു. എന്നിട്ടും ഈ സമരം തുടങ്ങുന്നതിൽ എന്താണ് അടിസ്ഥാനം? നിങ്ങൾ ഇന്നലെ വരെ പറഞ്ഞിരിക്കുന്നത് സീ വാഷിംഗ് നിർത്തണമെന്നാണ്. ആ സീ വാഷിംഗ് നിർത്തി. സർക്കാർ പിടിവാശി തുടരുന്ന സാഹചര്യത്തിൽ സമരത്തിന്റെ അടുത്തപടി ആലോചിക്കാൻ സമരസമിതി ഉടൻ യോഗം ചേരും. സമരസമിതി ആ കാര്യം ഇന്ന് കൂടി ആലോചിക്കും. ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യം സമരസമിതി ഇന്ന് കൂടി ആലോചിക്കും. വിഷയം വഷളാക്കിയത് സർക്കാരാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. സമരക്കാരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സമരത്തിനു പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്നും വരും ദിവസങ്ങളിൽ സമരത്തിന്റെ ശക്തി കുറയുമെന്നുമാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മന്ത്രി ഇ.പി. ജയരാജൻ ആലപ്പാട് സന്ദർശിക്കും. ചർച്ചയ്ക്കുള്ള വാതിലുകൾ സർക്കാർ പൂർണ്ണമായും അടയ്ക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. തീരാതെ പള്ളിത്തർക്കം. തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിയിൽ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നോൻ മോർ മിൽത്തിയോസിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വൈദികർ ഉൾപ്പെടെ 120ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. അതേസമയം പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയ യാക്കോബായ വിഭാഗക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തൃശൂർ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇരു സഭാ നേതൃത്വങ്ങളുമായി ചർച്ച ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയാണ് മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. സംഘർഷത്തിൽ ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഉൾപ്പെടെ 15 പേർക്ക് പരുക്കേറ്റു. ഗേറ്റ് തകർത്ത് ഓർത്തഡോക്സ് വിഭാഗം പള്ളിക്കകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണമായതെന്നാണ് യാക്കോബായ വിഭാഗം ആരോപിക്കുന്നത്. എന്നാൽ തങ്ങൾക്കു നേരെ യാക്കോബായ വിഭാഗം കല്ലെറിയുകയായിരുന്നുവെന്നാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വാദം. അതേസമയം ഓർത്തഡോക്സ് ഭദ്രാസനാധിപനെ ഒന്നാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. വധശ്രമം, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. കൂടാതെ 120 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 11 വൈദികർ ഉൾപ്പെടെ 30 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസിന്റെ സമ്മതത്തോടുകൂടിയാണ് പള്ളിയിൽ പ്രവേശിച്ചതെന്ന് ഭദ്രാസനാധിപൻ. പോലീസിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് സൂപ്രണ്ട് പോലീസ് ശ്രീ ഹരീഷ് ചന്ദ്രയുടെ ഭാഗത്തു നിന്നുണ്ടായ നിർദ്ദേശം, നിങ്ങൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ തടയും, അതനുസരിച്ച് നിങ്ങൾക്ക് കോടതിയിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാം എന്നാണ്. അങ്ങനെ ഞങ്ങൾ പോവുകയും അവിടെ ഒരു ദിവസം ഇരിക്കുകയും ചെയ്തു. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടായില്ല. സെന്റ് മേരീസ് പള്ളിക്ക് പോലീസ് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്ന യാക്കോബായ വിഭാഗക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. ന്യൂസ് 18 തൃശൂർ. ദേശീയ പണിമുടക്ക് ദിവസം SBI ശാഖ അടിച്ചു തകർത്ത കേസിൽ 8 NGO യൂണിയൻ നേതാക്കളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 8 പേരും നിലവിൽ റിമാൻഡിലാണ്. പ്രതികൾക്ക് ജാമ്യം നൽകുന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. ഇതിനിടെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി കേസിൽ ഉൾപ്പെട്ട 3 പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. NGO യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു, ജില്ലാ നേതാക്കളായ സുരേഷ് കുമാർ, ശ്രീവത്സൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യാപക നിയമനം സർക്കാർ നേരിട്ട് നടത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വരുമെന്ന് PSC ഹൈക്കോടതിയെ അറിയിച്ചു. നിയമനം PSCക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നിലപാട് അറിയിച്ചത്. നിയമനിർമ്മാണം നടത്തുക എന്നത് സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നും PSC റിക്രൂട്ടിംഗ് ഏജൻസി മാത്രമാണെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസ് ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘം അന്വേഷിക്കും. വെടിവെപ്പ് നടന്ന 1 മാസമായിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിച്ചത്. അധോലോക കുറ്റവാളി രവി പൂജാരിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം. ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചി കടവന്തറയിലെ ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയവർ വെടിവെച്ച സംഭവത്തിൽ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത്. കഴിഞ്ഞ ഡിസംബർ 15-ന് ബൈക്കിലെത്തിയ 2-അംഗ സംഘമാണ് ബ്യൂട്ടി പാർലറിന് നേരെ വെടിയുതിർത്തത്. അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ നിർദ്ദേശപ്രകാരമാണ് കൃത്യം ചെയ്തതെന്ന് തെളിയിക്കാൻ ചില രേഖകൾ സ്ഥലത്ത് ഉപേക്ഷിച്ചിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രവി പൂജാരി തന്നെ രംഗത്തും വന്നു. ഇപ്പോഴും രവി പൂജാരിയിൽ നിന്ന് പരാതിക്കാരിയായ നടി ലീന മരിയ പോളിനും അഭിഭാഷകനും ഭീഷണി സന്ദേശങ്ങൾ എത്തുന്നുണ്ട്.
എന്നാൽ പ്രതികളുടെ CCTV ദൃശ്യം കണ്ടെത്താനോ അന്വേഷണത്തിൽ മുന്നോട്ടു പോകാനോ പോലീസിന് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കുന്നത്. നിലവിൽ അന്വേഷണ ചുമതലയുള്ള തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ PP ഷംസിന്റെ നേതൃത്വത്തിൽ തന്നെ കൊച്ചിയിലും ഇതര സംസ്ഥാനത്തും അന്വേഷണം തുടരും. എന്നാൽ രവി പൂജാരിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ വിദേശത്തടക്കം അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് ആയിരിക്കും. ക്രൈംബ്രാഞ്ച് സംഘം ആരൊക്കെ എന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കും. നേരത്തെ മംഗലാപുരത്ത് നടത്തിയ അന്വേഷണത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. രാമക്ഷേത്ര നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് RSS. അയോധ്യയിലെ ക്ഷേത്രം 2025 പൂർത്തിയാകുമായിരിക്കുമെന്നായിരുന്നു RSS ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വിമർശനം. ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്താൻ 150 വർഷം എടുക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യമിട്ട് ഭയ്യാജി ജോഷി പറഞ്ഞു. അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പേരിൽ RSS മേധാവി മോഹൻ ഭാഗവതും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ RSSന്റെ അതൃപ്തി പൂർണ്ണമായും വ്യക്തമാക്കുന്നതായിരുന്നു ജനറൽ സെക്രട്ടറി ഭയ്യാജി ജോഷിയുടെ വാക്കുകൾ. അയോധ്യയിലെ 2025 ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം ഇന്ത്യ ലോകത്തിലെ ഒന്നാമത്തെ ശക്തിയാകും. അതിനു പക്ഷേ 150 വർഷം കൂടി എടുക്കുമെന്നും ഭയ്യാജി ജോഷി പരിഹസിച്ചു. 2025 में राम जन्मभूमि के ऊपर श्रेष्ठ राम मंदिर बनने के बाद फिर दिशा को और गति प्राप्त करने वाला अयोध्या के मंदिर निर्माण के बाद फिर एक बार देश अगले 150 वर्षों के लिए पूंजी प्राप्त करेगा और आगे बढ़ने वाला देश बनेगा. ഇന്ത്യ ലോകത്തെ ഏറ്റവും വളരുന്ന സാമ്പത്തിക ശക്തിയായി എന്ന പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങൾക്കിടെയാണ് ഭയ്യാജി ജോഷിയുടെ വിമർശനം. നിലപാട് വിവാദമായതോടെ 2025 രാമക്ഷേത്രം പൂർത്തിയാക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 25 तारीख की शुरू थोड़ी करने की बात की है. आज शुरू होगा तो 5 वर्ष में बनेगा. അതിർത്തിയിൽ യുദ്ധമില്ലാത്തപ്പോഴും സൈനികർ കൊല്ലപ്പെടുന്നത് കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് RSS മേധാവി മോഹൻ ഭഗവതും കുറ്റപ്പെടുത്തി. यहाँ पर युद्ध नहीं तो भी शहीदियां होती है. इसका कारण है कि हम अपना काम ठीक नहीं करते. अब उसको भी ठीक करना है और देश को बड़ा बनाना है तो देश के लिए जीना भी सीखना पड़ेगा. രാമക്ഷേത്ര നിർമ്മാണം മുഖ്യ പ്രചരണായുധമാക്കാൻ BJP ഒരുങ്ങുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന RSS നിലപാട്. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. റഫാൽ യുദ്ധവിമാന കരാറിൽ കേന്ദ്ര സർക്കാരിനെ വെട്ടിലാക്കി വിമാന വിലയുടെ വിവരങ്ങൾ പുറത്ത്. UPA കാലത്തേക്കാൾ 41.5% അധികം വിലയ്ക്ക് വിമാനം വാങ്ങുന്നതിനാണ് കരാർ ഒപ്പിട്ടതെന്ന് ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സുപ്രീംകോടതിയിൽ പോലും കേന്ദ്ര സർക്കാർ പറയാതിരുന്ന വില സംബന്ധിച്ച വിവരങ്ങൾ ഇതാദ്യമായാണ് പുറത്തുവരുന്നത്. ഇന്ത്യ വാങ്ങുന്നതിന്റെ പകുതി വിലയ്ക്ക് റഫാൽ ഫൈറ്റർ ജെറ്റുകൾ ഫ്രഞ്ച് സർക്കാർ ദസോയിൽ നിന്ന് വാങ്ങുന്നതിന് ധാരണയായി എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ റിപ്പോർട്ട്. 41.42% അധിക വിലയ്ക്കാണ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യ കരാറിൽ ഒപ്പിട്ടതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 59,000 കോടി രൂപയ്ക്കാണ് 36 വിമാനങ്ങൾ വാങ്ങാൻ ധാരണയായത്. UPA സർക്കാരിന്റെ കാലത്ത് വിമാനത്തിന്റെ അടിസ്ഥാന വില 526 കോടിയായിരുന്നത് NDA ഭരണത്തിലെത്തിയപ്പോൾ 670 കോടി രൂപയായി ഉയർത്തി. സാങ്കേതിക വിദ്യയടക്കം പൂർണ്ണസജ്ജമായ വിമാനത്തിന് 1,611 കോടി രൂപയാണ് ചെലവ്. 36 വിമാനങ്ങൾക്ക് നൽകേണ്ടത് 59,000 കോടി രൂപ. സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളുടെ പേര് പറഞ്ഞാണ് വിമാനങ്ങളുടെ വില 42% ഉയർത്തിയത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. വിമാനങ്ങളുടെ എണ്ണം കുറച്ച് വില വർദ്ധിപ്പിച്ചത് സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയാണെന്നാണ് വിമർശനം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HALനെ ഒഴിവാക്കിയത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. അന്തരീക്ഷ മലിനീകരണത്തിനൊപ്പം കനത്ത മൂടൽമഞ്ഞ് കൂടിയായതോടെ ഡൽഹിയിലെ ജനജീവിതം ദുസ്സഹമായി. മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞും ഗതാഗത സംവിധാനങ്ങളെയും താറുമാറാക്കി. അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതിനിടെയാണ് മഞ്ഞുവീഴ്ചയും ഡൽഹിയിലെ ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നത്. നഗരപ്രദേശങ്ങളിൽ വായു നിലവാര സൂചിക അപകടകരമായ നിലയിലെത്തി. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് നിരവധി പേരാണ് ചികിത്സ തേടുന്നത്. सुबह सुबह ठंड होने की वजह से चाय भी 8 बजे 9 बजे आ रही है. इसकी वजह से क्या करें, तड़प रहे हैं चाय के लिए और ठंड भी काफी हो रही है. फॉग बहुत हो रही है. बाइक चलाने में बहुत दिक्कत हो रही है. कुछ दिखाई नहीं दे रहा है और एजेड आदमियों के लिए और भी परेशानी है. കടുത്ത മൂടൽമഞ്ഞ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താളം തെറ്റിച്ചു. രാവിലെ 5 മണി മുതൽ 7 മണി വരെ ഡൽഹി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. ട്രെയിൻ സർവീസുകളെയും പുകമഞ്ഞ് ബാധിച്ചു. കാഴ്ചപരിധി കുറഞ്ഞതിനാൽ റോഡിലൂടെയുള്ള വാഹനങ്ങൾക്കും വേഗനിയന്ത്രണം ഏർപ്പെടുത്തി. ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഞ്ഞുവീഴ്ച തുടരും.
അസം, മേഘാലയ, ത്രിപുര തുടങ്ങിയ കിഴക്കൻ മേഖലയിലും മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. ഇടവേള. ഇപ്പോൾ ബെന്നി ബെഹനാൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ബൂത്ത് പ്രസിഡന്റുമാരുടെ നേതൃസംഗമത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. ആ കാര്യവും അതുപോലെ തന്നെ ഫെബ്രുവരി 3-ാം തീയതി ബഹുമാനപ്പെട്ട KPCC നേതൃത്വത്തിൽ ആരംഭിക്കാൻ പോകുന്ന കോൺഗ്രസ് യാത്രയുടെ കാര്യവും ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അത് രണ്ടും വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ നടക്കുന്നു. കേരളത്തിലെ ചരിത്രത്തിൽ ബൂത്ത് പ്രസിഡന്റുമാരുടെ ഒരു യോഗത്തിൽ ഒരു അഖിലേന്ത്യാ നേതാവ് വന്ന് പങ്കെടുക്കുന്ന ആദ്യമായിട്ടാണ്. 20,400 ബൂത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരും അതോടൊപ്പം തന്നെ പുതിയ കോൺഗ്രസ് സംഘടനാ സംവിധാനത്തിൽ ഒരു ബൂത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഒരു വനിതയും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 50,000 പേർ, അതിൽ പകുതി പുരുഷന്മാരും പകുതി വനിതകളുമായിട്ടുള്ള സമ്മേളനം. അത്തരൊരു സമ്മേളനം ഒരു പാർട്ടിയും ഇന്ന് വരെ കേരളത്തിൽ നടത്തിയിട്ടില്ല. ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധി 29-ാം തീയതി എത്തിച്ചേരുന്നത്. മറ്റൊന്ന്, വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതൃത്വം നടക്കാൻ പോകുന്ന കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന യാത്ര, ആ യാത്രയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ജീവൻ നൽകുമെന്ന കാര്യം സംശയമില്ല. ഇന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുറച്ചുകൂടി ആവേശഭരിതമാക്കാൻ ഈ ജാഥകൾക്ക് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് മറ്റൊരു കാര്യം, മറ്റ് KPC നേതാക്കന്മാരിവിടെ ഉണ്ട്, എനിക്കൊരു മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു വികസനം നടന്നിട്ടുണ്ട്. ആ വികസനം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനിനിറം പുറത്തു കൊണ്ടുവരുന്നതാണ്. അതിൻ്റെ പിന്നിൽ ഒരു വർഗീയമായ അജണ്ടയുണ്ട് എന്ന് തെളിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി വികസിച്ചപ്പോൾ കണ്ട ഒരു പ്രതിഭാസം, ബാലകൃഷ്ണപിള്ള അകത്തും ശ്രീ VS അച്യുതാനന്ദൻ പുറത്തുമായിരിക്കുകയാണ്. ശ്രീ VS അച്യുതാനന്ദൻ കഴിഞ്ഞ 10-20 വർഷക്കാലമായി അദ്ദേഹം നടത്തിയൊരു പോരാട്ടമുണ്ട്. ആ പോരാട്ടം ശ്രീ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളായിരുന്നു. ആ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ബാലകൃഷ്ണപിള്ളയെ ജയിലിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും സംതൃപ്തി അടയുന്ന ഒരു അവസരമാണെന്ന് പറഞ്ഞു. ജയിലിൽ കിടന്ന് ശ്രീ ബാലകൃഷ്ണപിള്ള ഒരു ടെലിഫോൺ സംസാരിച്ചു എന്നതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ കേസിന് പോയ വ്യക്തിയാണ് ശ്രീ അച്യുതാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ജയിൽ ജീവിതം അല്പം നേരത്തെ അദ്ദേഹത്തെ വിട്ടു എന്നതിൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ പോയ വ്യക്തിയാണ് ശ്രീ അച്യുതാനന്ദൻ. ആ അച്യുതാനന്ദൻ ഇന്ന് ആലോചിക്കണം, ബാലകൃഷ്ണപിള്ളയെ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തത് കഴിഞ്ഞ നിയമസഭാ കാലഘട്ടത്തിൽ UDF ഭരിച്ച കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ എതിർത്തത് ബാലകൃഷ്ണപിള്ളയെയും ബാലകൃഷ്ണപിള്ളയുടെ മകനെയുമായിരുന്നു. കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതിന് വേണ്ടിയും അവർ കൂട്ടുപിടിച്ച് ബാലകൃഷ്ണപിള്ളയുടെ മകൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ്. അങ്ങനെയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് അച്യുതാനന്ദൻ്റെ മുഖ്യ ശത്രുവായ ശ്രീ ബാലകൃഷ്ണപിള്ള LDFിൽ ഒരംഗമായി മാറിയപ്പോൾ ശ്രീ അച്യുതാനന്ദൻ ആലോചിക്കണം, അച്യുതാനന്ദൻ എടുത്ത എല്ലാ നടപടികൾക്കും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 140 നിയോജകമണ്ഡലങ്ങളിലും ശ്രീ അച്യുതാനന്ദൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിച്ചത് ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയുള്ള ആരോപണമായിരുന്നു. മാധ്യമപ്രവർത്തകരായി നിങ്ങളും കേട്ടതാണ്. അത്ര വലിയ ഒരു ശത്രുവിനെ വ്യക്തിപരമായി അച്യുതാനന്ദൻ എതിർത്ത, പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ എതിരാളിയാണ് എന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും അച്യുതാനന്ദൻ പ്രഖ്യാപിച്ച ശ്രീ ബാലകൃഷ്ണപിള്ളയെ ഇടതുപക്ഷ മുന്നണിയിൽ എടുത്തപ്പോൾ ശ്രീ അച്യുതാനന്ദൻ ഇടതുപക്ഷ മുന്നണി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് നീതി പുലർത്താനുള്ള രാഷ്ട്രീയ സത്യസന്ധത അച്യുതാനന്ദൻ പ്രകടിപ്പിക്കുകയാണെങ്കിൽ അച്യുതാനന്ദൻ ഇടതുപക്ഷ മുന്നണി വിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു, അദ്ദേഹം ഇടതുപക്ഷ മുന്നണി വിട്ട് പുറത്തു വന്ന് അദ്ദേഹത്തിന് ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം UDF കൺവീനർ ബെന്നി ബെഹനാൻ കോഴിക്കോട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടത്. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായി മാറിയ പേളി മാണിയും ശ്രീനിഷ് അരവിന്ദനും വിവാഹിതരാകുന്നു. ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. ട്വിറ്ററിലൂടെ പേളിയാണ് വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവച്ചത്. പ്രളയാനന്തരം പ്രളയത്തെ ഒറ്റക്കെട്ടായി നേരിട്ടെങ്കിലും പുനരധിവാസ കാര്യത്തിൽ കരകയറാതെ കേരളം. വീട് പൂർണ്ണമായി തകർന്നില്ല എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ ധനസഹായം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ് തൃശൂർ ആറാട്ടുപുഴയിൽ ഹൃദ്രോഗിയായ വീട്ടമ്മ. ഞാനൊരു വയ്യാത്താളാണ്. എൻ്റെ മോൻ്റെ ഒരു വരുമാനം കൊണ്ടുണ്ട് ഞാൻ നിൽക്കുന്നത്, ജീവിച്ചു പോകുന്നത്. അതും അവൻ്റെ ജോലി കുറെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയതും
എല്ലാം കൊണ്ട് ഇപ്പോഴും ഞങ്ങൾ ക്യാമ്പിൽ തന്നെ താമസിക്കുന്നത്. വീണ അതിൽ വീട്ട് അല്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, 3 എണ്ണം അതിൽ കിടക്കും. പ്രളയത്തിൽ കരുവന്നൂർ പുഴ വഴിമാറി ഒഴുകിയതോടെയാണ് രമയ്ക്ക് കിടപ്പാടം നഷ്ടമായത്. തുടർന്ന് താമസിക്കാനാകാത്ത വിധം മേൽക്കൂരയും ചുമരുകളും തകർന്നു. ബാക്കിയായവ ഏത് നിമിഷവും നിലംപൊത്താം. എന്നാൽ അപേക്ഷ നൽകിയിട്ടും വീട് തകർന്നവരുടെ പട്ടികയിൽ രമയില്ല. വീട് പൂർണ്ണമായി നിലംപൊത്തിയാൽ മാത്രമേ ധനസഹായം നൽകൂവെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി രമ പറയുന്നു. അവസ്ഥ എല്ലാവരും അന്ന് കണ്ടുപോയത്, അസുഖമില്ലാത്ത കാര്യങ്ങളൊക്കെ എല്ലാം സാർമാര് കണ്ടുപോയതാണ്. ഇനി ഞാനും ഇപ്പോഴും ക്യാമ്പിൽ തന്നെ കിടക്കണമെന്ന്. മകന്റെ ഏക വരുമാനത്തിലാണ് ഹൃദ്രോഗിയായ രമയും ഭർത്താവും ജീവിക്കുന്നത്. രോഗിയായ ഭർത്താവിനും ജോലിക്ക് പോകാനാവില്ല. TV മെക്കാനിക്കായ മകന്റെ പണിയായുധങ്ങളും പ്രളയത്തിൽ നഷ്ടപ്പെട്ടു. ആറാട്ടുപുഴയിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന രമ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ്. അതിജീവനത്തിനുള്ള അവസാനത്തെ വാതിലും അടഞ്ഞ് ജീവിതം തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് ഈ കുടുംബത്തിന്. അർഹതയുണ്ടായിട്ടും നൂലാമാലകളിൽ കുടുങ്ങി സർക്കാർ സഹായം ലഭിക്കാതെ പോകുന്ന നിരവധി പേരിൽ ഒരാളാണ് രമ. ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം തൃശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. അഗസ്ത്യമല കയറാൻ 9 സ്ത്രീകൾ കൂടി. വിവിധ വനിതാ കൂട്ടായ്മകളിലെ അംഗങ്ങളാണ് ഇന്ന് മല കയറുന്നത്. ഇതിൽ 3 പേർ 50 വയസ്സ് കഴിഞ്ഞവരാണ്. വിങ്സ്, അന്വേഷി, സഖി, പെണ്ണൊരുമ തുടങ്ങി നിരവധി വനിതാ കൂട്ടായ്മകൾ, അവരുടെ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾ. അതിനൊടുവിലാണ് അഗസ്ത്യാർകൂട ട്രക്കിങ്ങിന് അനുമതി ലഭിച്ചത്. അതിന്റെ ആഹ്ലാദത്തിലാണ് ഈ സ്ത്രീകൾ. എക്സൈറ്റഡ് ആണ്. എക്സൈറ്റിന് ഉപരി വേറെന്തെങ്കിലും വേർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. കാരണം ഒരു 2 വർഷമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ പുറകെ തന്നെയായിരുന്നു. കൂട്ടത്തിൽ സുൽഫത്ത്, സിസിലി, രമ മൂവർക്കും പ്രായം 50 പിന്നിട്ടു. പക്ഷേ അതൊന്നും തടസ്സമായി അവർ കാണുന്നില്ല. പുരുഷന് കഴിയുമെങ്കിൽ തങ്ങൾക്കും അത് കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. അഗസ്ത്യമല കയറാൻ കൊതിച്ചവർ ആദ്യം സർക്കാരിനെ സമീപിച്ചു. അനുമതി ലഭിക്കാതായപ്പോൾ കോടതിയെയും. അഗസ്ത്യനെ കാണാമെന്ന വാട്സാപ്പ് ഗ്രൂപ്പാണ് ഇവരെ ഒന്നിപ്പിച്ചത്. കൂട്ടായ്മയിലെ മറ്റു ചിലർ വരും ദിവസങ്ങളിൽ മല ചവിട്ടും. ന്യൂസ് 18 തിരുവനന്തപുരം.